Hello guys, Hello welcome guys, to welcome to Ashmi. Ashmin Vlog. നമ്മളിന്ന് ഗുണ്ടൽപേട്ട പോവാണ് കേട്ടോ. ആക്ച്വലി ഇത് ഓണത്തിൻ്റെ മുമ്പുള്ള വ്ളോഗാണ്. എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ ഗുണ്ടൽപേട്ട പോകാറുണ്ട്. ഈ വർഷം പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ബിക്കോസ് അമ്മ വീണ് കാല് പൊട്ടിയതുകൊണ്ട് അമ്മയ്ക്ക് അത്രയും ലോങ് ഇരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അമ്മേനെ കൂട്ടാതെ പോകണമെന്നൊക്കെ. പിന്നെ അമ്മ പറഞ്ഞു ഞാൻ ഇരിക്കാൻ നമുക്ക് നിർത്തി പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നെയ്ബറായിട്ടുള്ള സീനത്താത്തേനെയും നമ്മുടെ ട്വിൻ ബേബീസിനെയും നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 5 പേരും കൂടിയാണ് പോയത്. പോകുന്ന വഴിയിൽ ബത്തേരി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പം ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, അൺലിമിറ്റഡ് ബിരിയാണിയാണ് അവിടെ. അതായത് ബിരിയാണി റൈസ് കേട്ടോ. ബത്തേരിയിൽ നിന്ന് ബിരിയാണി ഹട്ടിൽ നിന്ന് നമ്മൾ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും ഗുണ്ടൽപേട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ വല്ല ആനേനെയോ മാനിനെയോ കടുവേനെയോ കാണാം അല്ലേ. ആനേനെയും മറ്റു മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷത്തെ ട്രിപ്പിൽ നമ്മൾ പോകുന്ന വഴിക്ക് ആനയെ കണ്ടിരുന്നു. ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് പോകുന്ന വഴി ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് പൊൻകുഴി ക്ഷേത്രമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പുഴയുടെ തീരത്താണ് ക്ഷേത്രം. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരും പിന്നെ ഇടയ്ക്ക് ആനയുടെ ശല്യമൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. നമ്മളെല്ലാ വർഷവും ഇവിടെയാണ് ബലിയിടാൻ വരാറ്. മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ തന്നെയാണ് വരാറ്. സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മളവിടെ ഇറങ്ങി നോക്കിയില്ല. നോർമലി ഇതിലേ വരുമ്പോൾ നമ്മൾ ആ പുഴയുടെ തീരത്തൊക്കെ അവിടെ പോവാറുണ്ട്. ഇതുവഴി നമ്മൾ പോകുമ്പോൾ പല മൃഗങ്ങളെയും കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ വണ്ടികൾ നിർത്തിയിടാൻ പാടില്ല. അതിപ്പോൾ റൂൾ പ്രകാരം നിർത്തിയിടാൻ പാടില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഈ റൂട്ടിൽ വണ്ടികളൊക്കെ നിർത്തുമ്പോഴേ അവിടുത്തെ മൃഗങ്ങൾക്ക് അത് വലിയ ശല്യമായിട്ട് വരാറുണ്ട്. അതുമാത്രമല്ല പല ആനിമൽസ് ഇപ്പോൾ അതായത് ആനയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഡേഞ്ചർ കൂടിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി പോകുമ്പോൾ നമ്മൾ വളരെ ക്ലീനായിട്ട് ഈ കാടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. മറ്റ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റൊന്നും ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഈ ഏരിയ വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ചെറിയ ഒരു 50 രൂപക്ക് താഴെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. അത് അവിടുന്ന് എൻട്രൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ഇതിലെ കൂടി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ടൈമുകളിൽ അത് ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഈ റൂട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ ടൈമിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്പീഡ് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഏരിയയിലും മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ് അതത് ഏരിയയിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ അതിൽ കൂടി ട്രാവൽ ചെയ്യുക. പിന്നെ സേഫ് ഡിസ്റ്റൻസ് വെക്കുക, ആനിമൽസിന് ഫീഡ് ചെയ്യാതിരിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എൻട്രൻസിൽ നിങ്ങൾക്ക് അതിൻ്റെ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസുള്ള ബോർഡൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ഹാപ്പി റൈഡ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ റൂൾസൊക്കെ പാലിച്ചുകൊണ്ട് വേണം പോകാൻ. അതോടൊപ്പം തന്നെ നല്ല വൈബാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ടിട്ട് വളരെ സ്ലോയിൽ നല്ല വൈബോടുകൂടി നല്ല മെലഡി സോങ്സൊക്കെ ഇട്ടിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ്. എല്ലാവരും ഈ വഴി വരുവാണെങ്കിൽ ഈ റൂട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. വഴിക്കൊക്കെ ഇഷ്ടംപോലെ ആനിമൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ അധികം ആനിമൽസ് ഉള്ള ഒരു ഏരിയ ആണ്. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ട ഒരു ഏരിയ കൂടിയാണിത്. കുരങ്ങന്മാർ, മാന്, കാട്ടുപോത്ത് ഇതൊക്കെ അധികം കാണാം. ആനേനെയും അധികം കാണാൻ കഴിയും കേട്ടോ. നോക്ക് പൂക്ക് നമ്മൾ അങ്ങനെ കേരള കർണാടക ബോർഡറൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഗുണ്ടൽപേട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ കൃഷി ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ഏരിയ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ പൂപ്പാടങ്ങൾ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൂക്കൾ നമുക്ക് വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓണത്തിൻ്റെ കച്ചവടമാണ്. കേരളത്തിലേക്ക് ഓണം
അനുബന്ധിച്ച് വരുന്ന പൂക്കച്ചവടമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ മാക്സിമം ഇവിടെ പൂക്കച്ചവടം നടക്കുന്ന ഒരു ടൈമാണ്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അടുത്ത ഓണത്തിന് ഇങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം പൂക്കളൊക്കെ ആയി എല്ലാം കൊണ്ടുപോയി ഇതാ പറിച്ചിതാ കുറച്ച് വിദൂരതയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സെയിൽ നടക്കുവാണ്. ഇതാ അടുത്ത ആളിതാ ഇടുന്ന് പൊന്താൻ വരുന്നുണ്ട്. ഞങ്ങൾ നോർമലി എല്ലാ വർഷവും വരും കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരുപാട് പൂക്കളൊക്കെ പറിച്ചു പോയി, കരിഞ്ഞും പോയി. ഇതൊക്കെ അവിടെ റോഡ് സൈഡിൽ സെയിൽ നടക്കുന്നുണ്ട്, നമുക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ കരിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അശ്വനേട്ടൻ പറഞ്ഞ പോലെ പൂക്കളെക്കാളും ആളുകളാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണമെങ്കിൽ അവർക്ക് 50 രൂപയോ 100 രൂപയോ 20 രൂപയോ അങ്ങനെയൊക്കെ അവർ ചാർജ് ചെയ്യും. ആ തോട്ടത്തിൻ്റെയൊക്കെ ഓണർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിപ്പുണ്ടാവും. അവർക്ക് ആ പൈസ അവർ 20 രൂപയോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 20 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ചിലർ 50 രൂപയും 100 രൂപ വരെയൊക്കെ എടുക്കുന്നുണ്ട് ഒരാൾക്ക് തോട്ടത്തിലിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നല്ല രസമല്ലേ വന്ന് പൂക്കളൊക്കെ കണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലിയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനൊക്കെ. ഇപ്രാവശ്യം മക്കളും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു. ബിരിയാണി നിന്നപ്പോഴേ മുന്തിരിയില്ലേ ഇത് വ്ളോഗിലുണ്ട് കേട്ടോ. ഏതുറക്കം വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അതെയാ, ശരി, വിശ്വസിച്ചു. പറ്റൂ, നോക്കണി പൂ, നോക്കണി പൂ, നോക്കണി. ഇതൊക്കെ കരിഞ്ഞു പോയി. ആട് ആട് നമ്മളപ്പളം വരുന്നു. എന്തോ തിന്നാൻ കിട്ടാനാന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു. കുറച്ച് അങ്ങോട്ട് നോക്കി കാണുന്നില്ല, ഓളെ നിന്റെ ക്യാമറയിലേക്കാ നോക്കുന്നത്. ക്യാമറയിലോള് കാണുന്നുണ്ട്. അതുകൊണ്ട് അതാ പശുമ്പ. അതിനുമ്പ് ഇതിനെടുക്കും. ഇതാ ചണ്ട് വാടാർമുല്ലൊക്കെ പൂ കാണാൻ വേണ്ടി വന്നതാണ്. പൂ എന്നിട്ട് വണ്ടിയിൽ ഇരുത്തിയിട്ട് വേണ്ട പൂണ്ട് നോക്കിക്കോന്ന് പറയുന്നു. തേണ്ടി നമ്മൾ വണ്ടി തിരിക്കാനായിട്ട് വന്ന സ്ഥലമാണ് കേട്ടോ. കുളവും ദൂരെ ഒരു അമ്പലം, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ദൂരോട്ട് നോക്കുമ്പോൾ ചെണ്ടുമല്ലിക വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പാച്ചു അവിടെ എന്താ കുളം എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ, ഒരുപാട് പൂക്കൾ ചീഞ്ഞ് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഓണത്തിന് 2-3 ദിവസം കഴിഞ്ഞ ഓണമാണ്. ഇവിടെ ആന വരുന്ന ഏരിയ ആണ്. അതാണ് ഈ ഇലക്ട്രിക് കമ്പികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ആനശല്യം ഉണ്ടാവും. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയും കൂടിയാണ്. പൂക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വന്നിട്ട് നമ്മളെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരുന്ന മാൻ ആരാണ്? ഇവിടെ എല്ലാ അടുത്ത റോട്ടിൽ പോണോ? ആണോ? എന്നാ വാ. പിന്നെ ഇത് കാണുന്നൊന്നും പൂവല്ല, കുട്ടികളെ അപ്പിയിട്ടത് മാറ്റാൻ വേണ്ടിട്ടാണ്. ഇതൊക്കെ വ്ളോഗിൽ പിന്നെ അപ്പിയിട്ടത് മാറ്റണ്ടേ? അതെ, മാറ്റണം. പാച്ചു നീ അപ്പിയിട്ടോടി. പാച്ചു പന്നെ ഓ കണ്ട പശു പാച്ചു പശുക്കരിക്കാൻ തന്നെ ചോളം ഉണ്ട്. തിരിച്ചു വരുമ്പോ പൂക്കളൊക്കെ പൂക്കളൊക്കെടാ നോക്ക് നോക്ക് പൂക്കൾ ഇത് ആൾക്കാർ അടക്കുന്ന ഫോട്ടോ എടുത്ത് ആയിക്കോട്ടെ. അഞ്ചരക്ക് എത്തല്ലേ പറഞ്ഞേ? ഇപ്പൊ സമയത്ത് ചന്ത പോ. ഇത് നല്ല വിറ്റുണ്ട് കാണും. ഇത് മനുഷ്യന്മാരെ ഫോട്ടോ ഇതാണ് പൂക്കള് മനുഷ്യന്മാരടക്കുന്ന ഫോട്ടോ എടുക്കുന്നത്. ഞാൻ പറയൂട്ടോ, നീ പറഞ്ഞോ, പറയാൻ വേണ്ടിട്ടല്ലേ വ്ളോഗ് ചെയ്യുന്നത്. ആദ്യമായിട്ടുള്ള ഒരു പൂവിന്റെ ലൊക്കേഷനിലാണ് വന്നത്. ഒരുവിധം എല്ലാ വണ്ടികളും അവിടെ തന്നെ നിർത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. നമ്മൾ ജീവിതത്തിലും അങ്ങനെയാണ് പലരും ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എക്സ്പ്ലോർ ചെയ്യണം. അതിനപ്പുറം എന്താന്ന്
അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യണം. കണ്ടോളി. റോഡ് അതെ, മല നോക്കൂ, റോഡ് ഭംഗിയുള്ള റോഡ്, തെങ്ങുകൾ, ആകാശം. ഓ പച്ചു നോക്കൂ, റോഡ് നോക്കൂ പച്ചു. ഒരാൾ ബൈക്കുമേലോട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സൈഡ് നോക്കണോ, സുന്ദരി കുട്ടിയല്ലേ. പാപ്പ നിക്കുന്നു. ഇവിടെ ഇറങ്ങിയാലോ? ഇവിടെ ഇറങ്ങാ ശി. നോക്കിട്ട് വരാം. ക്ഷീണത്താത്തേക്ക് ഓർക്കാൻ അയ്യോടാ. മമ്മേന്റെ പൊന്നെവിടെ? ഓ ഉറങ്ങൊരാരോ. ഒരു ഉമ്മ വരുവോ? ഒരു ഉമ്മ ഇങ്ങോട്ടോ. ടാറ്റാ. ഇതെവിടെ മേടിക്കുന്ന ആള് മേടിച്ചോടി. അശ്വനാവോ ഇതൊക്കെ എന്തോരം കൊട്ടപ്പൂക്കളാ. ആ അശ്വ ഇവിടുന്ന് വാങ്ങാശി. ഇതൊക്കെ പൂവൊക്കെ നോക്കേ. ട്രക്കടക്കം വീട്ടിൽ കൊണ്ട് നിർത്തുക. ഈ ഒരു ഏരിയ അല്ല നമ്മൾ നിന്ന്. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ അഹെഡ്. ഇതാ ഇവിടെ നമ്മള് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലായിരുന്നു നമ്മൾ ഇറങ്ങിയെന്ന് തോന്നുന്നു. അവിടെ ഇറങ്ങി ആദ്യം, എന്നിട്ട് അവിടെ നല്ല മേടിച്ചപ്പോ പോ അവിടുന്ന് ആദ്യം കിട്ടും നമുക്ക്. നല്ല ഭംഗിയുള്ള സൂര്യൻ. നമ്മൾ പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം കുറേ വെറൈറ്റീസ് ഓഫ് ജമന്തിൻ്റെ പല കളറുണ്ട്, റോസിൻ്റെ പല കളറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലത്തേനേക്കാളും ഇവിടെ വില കുറവാണ്, കൂടുതൽ കിട്ടുകയും ചെയ്യും. നമ്മൾ 50 രൂപ 100 രൂപ അങ്ങനെ ആ റേഞ്ചിൽ എല്ലാ വെറൈറ്റീസൊന്നും കുറച്ച് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബൾക്കായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമുക്ക് ലാവിഷായിട്ടിടാം. പപ്പ നോക്കണേ, ചിരിക്കി പപ്പ നോക്കി ചിരിക്കി. ഇതിപ്പോൾ 50 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ മഞ്ഞ ജമന്തിയാണ് കേട്ടോ. കണ്ട കുറേ ഇല്ലേ. പാച്ചുവിനെ നോക്കി വരുന്നോക്കുമ്പോ നോക്ക് അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യില്ല. ഈ വെള്ള ജമന്തിക്കൊക്കെ റേറ്റ് കൂടുതലാട്ടോ, 300 പക്ഷെ നമുക്ക് പൂക്കളത്തിൽ വെള്ള ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ 100 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ റോസ, മഞ്ഞ ജമന്തി, അതുപോലെ വാടാർമുല്ല കിട്ടാൻ വളരെ കുറവായിരുന്നു, നല്ല റേറ്റും ഉണ്ടായിരുന്നു. അശ്വിനേട്ടനും ഞാനുമാണ് പൂ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ കാറിൽ പാച്ചു ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ സൂം ചെയ്ത് എടുത്തു നോക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ദൂരേന്ന്. പൂവൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു. മക്കൾക്ക് പാലും ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ആ കടയിലുള്ളവരൊക്കെ ഇവർ ട്വിൻസാണോ, ഒരേപോലെ ഉണ്ടോ, ഇയാൾ ചിരിക്കില്ലേ, അങ്ങനെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് ഇങ്ങനെ നോക്കുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോന്നു. ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ തിരിച്ചു പോരുമ്പോൾ. പോകുന്ന വഴിയിൽ വല്ല ആനേനൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ ഒരുപാട് പൂക്കൾ വാങ്ങിയതൊക്കെ കാണിച്ചില്ലേ? പൂക്കൾ വാങ്ങിയ കാണിച്ചോ? വന്നിട്ടുണ്ടില്ലേ? ഓ ഓ പപ്പ പപ്പേ പപ്പേ പാച്ചു പപ്പേ. അമ്മ കണ്ടോ കെട്ടി? അമ്മ കെട്ടി കണ്ടോ തലയില്? അവന് മുക്കും തലയിലിടണോ? ഫ്ലൈങ് കിസ് കൊടുക്ക്. ചുണ്ടിൽ ഇതൊക്കെ ആനയും ആനേൻ്റെ കുട്ടിയും ഫാമിലി ആയിട്ട് പോവാണ് അവർ. ജസ്റ്റ് ഒന്ന് കണ്ടു. സീനത്താത്തയ്ക്ക് പേടിയായിട്ട് പിന്നെ ഇതാ മൂണിനെയൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ വൈബിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോവാണ്. കാരണം ഐശുവും പച്ചു ഉറങ്ങി. ഇനി ബത്തേരിയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങണം. ഈ പ്രാവശ്യം പോയില്ലോ, കൊണങ്ങി പോയിരിക്കുന്നു. അവിടുന്ന് കുറച്ചപ്പുറം പോയി കഴിഞ്ഞപ്പോ നല്ല ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ഐശു റിസോർട്ട് എടുത്തു. ഐശു
അതാ അശ്വിനും പാച്ചും നിൽക്കുന്ന നോക്ക്. ബിരിയാണി വാവേ ഉച്ചക്ക് അതൊക്കെ 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 പിന്നെ കാണുന്നുണ്ടോ? മസാല ദോശ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ പൂക്കൾ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തുനിന്നും കുറച്ച് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജമന്തി തന്നെ 2-3 ടൈപ്സ് ഉണ്ട്. പിന്നെ ചെണ്ടുമല്ലി, റോസ് തന്നെ 2-3 കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം പൂക്കളൊക്കെ വാങ്ങി. അധികം റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ പൂക്കൾ വാങ്ങി. ഇതേ സെയിം ക്വാണ്ടിറ്റിക്ക് ഇവിടെ നല്ല റേറ്റാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 9 മണിയായി. നമ്മൾ തിരിച്ച് വരുമ്പോൾ ഫുഡ് വാങ്ങിയിട്ട് വന്നു. ചപ്പാത്തിയും പനീർ മട്ടർ മസാലയും. ഇനി അതുണ്ടാക്കി കഴിക്കണം. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഐശുവും പാച്ചും നല്ല ഉറക്കത്തിലാണ്. അവരെ കൊണ്ടേ കിടത്തി. അമ്മേനെ എങ്ങനെയൊക്കെയോ നമ്മൾ സ്റ്റെപ്പ് ഇറക്കി റൂമിൽ കൊണ്ടേ കിടത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ട്രിപ്പായിരുന്നു യാത്ര? അതെ അതെ, ഞങ്ങള് പൂവൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ഓണത്തിന് പൂവിടണം, തകർക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഓണത്തിന് പൂക്കളിട്ട് ആർമാദിച്ചത്. വീടിൻ്റെ ഉള്ളിലും പുറത്തും 2 ഗേറ്റിൻ്റെ മുന്നിലും സ്റ്റെപ്പിലും ഒക്കെ ഞാൻ ആർമാദിച്ച് പൂക്കളിട്ടിട്ടുണ്ട്. ഒരു പൂ പോലും വേസ്റ്റ് ആക്കിയില്ല. ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ. See you next time. Bye bye.